നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. ഗുരുപൂജ വിഷയത്തിൽ സർക്കാർ അന്വേഷണത്തിനും തുടർ നടപടികൾക്കും ഒരുങ്ങുന്നു. കുട്ടികളെ കൊണ്ട് ബലമായി പാദപൂജ ചെയ്യിച്ചു. അത് അപരിഷ്കൃതമാണ്, പിന്തിരിപ്പനാണ്, കാവ്യവൽക്കരണമാണ്, സ്കൂൾ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതൊക്കെയാണ് വാദം. ഇടതുപക്ഷം പറയുന്നതാണ് സംസ്കാരം, ഇടതുപക്ഷം പറയുന്നതാണ് ഇവിടുത്തെ നിയമം. ഇടതുപക്ഷത്തിന്റെ താല്പര്യമനുസരിച്ച് കേരളത്തിൽ ജീവിക്കാനാവൂ. ഇടതുപക്ഷത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും കേരളത്തിൽ അനുവദിക്കാനാവില്ല. RSS സർസംഘചാലക് ശ്രീ മോഹൻജി ഭാഗവത് കേരളത്തിൽ വന്നതും ജ്ഞാനസഭ എന്ന വിദ്യാഭ്യാസ പരിപാടി കേരളത്തിൽ നടന്നതും CPM-ന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ആ പരിപാടി തടയാനോ ഏറ്റവും കുറഞ്ഞത് അലങ്കോലപ്പെടുത്താനോ എന്തെങ്കിലും വഴി കണ്ടെത്താൻ കഴിയുമായിരുന്നെങ്കിൽ CPM-ന്റെ കുരങ്ങൻ കൂട്ടം SFI അത് നിശ്ചയമായും ചെയ്തേനെ. കേരള സർവകലാശാലയിലെ SFI കുരങ്ങൻ കൂട്ടത്തിന്റെ ചാട്ടങ്ങൾ നിർത്തി ഓടേണ്ടി വന്നു. കണ്ടാൽ പഠിക്കില്ല, കൊണ്ടാലും പഠിക്കാത്ത കുട്ടിക്കുടന്മാരുടെ കൂട്ടമാണ് SFI. ശ്രീ മോഹൻജി ഭാഗവത് എങ്ങോട്ട് പോകണം എന്ന് എണ്ണി SFI പ്രസിഡന്റ് ആദർശം സജി പത്രസമ്മേളനം നടത്തി പറയുന്നത് കണ്ടു. ആ കൂട്ടത്തിൽ സ്കൂളുകളുടെ കണക്കുകൾ വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ ഈ പോഴന് അർഹതപ്പെട്ടതാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്ന് അറിയാതെയെങ്കിലും തോന്നിപ്പോയി. കഷ്ടം. ഗുരുപൂജയുടെ പേരിൽ കേരളത്തിൽ 500-ലധികം വരുന്ന വിദ്യാഭാരതി നടത്തുന്ന സ്കൂളുകളുടെ മേൽ കുതിര കയറാമെന്നും പൂട്ടിക്കാമെന്നുമുള്ള മോഹം വിദ്യാഭ്യാസ മന്ത്രി മണ്ടൻ ശിവൻകുട്ടിക്കുണ്ടെന്ന് തോന്നുന്നു. ശിവൻകുട്ടി മന്ത്രി, തന്നോടൊന്ന് ചോദിക്കട്ടെ, പാദപൂജയാണോ സുന്നത്ത് എന്ന ലൈംഗികാവയവ ഛേദനമാണോ യഥാർത്ഥത്തിൽ ബാലപീഡയും ബാലാവകാശ ലംഘനവും? സുന്നത്തിനെതിരെ നിയമം കൊണ്ടുവരാൻ പിണറായി സർക്കാരിന് കരുത്തുണ്ടോ? പിണറായിയെ തന്നെ മരുമകൻ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വിലാപയാത്രാകാലം ഒരുങ്ങുമ്പോഴേ ജനത്തിനറിയാൻ കഴിയൂ. ഒന്നറിയാം, വിഗ്രഹാരാധനയോടും ഹിന്ദു ദൈവബിംബങ്ങളോടും മരുമകനുള്ളതിലധികം വെറുപ്പാണ് പിണറായിക്ക്. അത് മുജാഹിദ്ദീൻ ബാലുശ്ശേരിയുടെ മനസ്സിന് സമാന മനസ്സാണെന്നും കേരളീയർക്കറിയാം. ഈ മനസ്സ് മാറ്റിയില്ലെങ്കിൽ കേരളം പ്രതികരിക്കുക തന്നെ ചെയ്യും. വന്ദേ മാതരം.